തമിഴ്നാടിന്റെ കൊങ്കുമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന 7 പുരാതന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോയമ്പത്തൂരിന്റെ പടിഞ്ഞാറൻ പ്രദേശത്ത് പേരൂരിലെ പട്ടീശ്വർ ശ്രീ മഹാദേവ ക്ഷേത്രം. സംഘകാല തമിഴ് സാഹിത്യത്തിൽ പരാമർശിക്കുന്നതനുസരിച്ച് 2000 വർഷമുഴക്കമുള്ള ഈ പുരാതന ക്ഷേത്രവും ഈ ക്ഷേത്ര ചരിത്രത്തിൽ ഇഴചേർന്നു കിടക്കുന്ന 5 അത്ഭുതങ്ങളെയും കുറിച്ചാണ് പ്രയാണത്തിന്റെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. Before going into the video, please subscribe to my channel and click the bell button. If you like the video, don't forget to like and comment. 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം പണി കഴിച്ചത് ചോള രാജാക്കന്മാരാണ്. പിന്നീട് ഹൊയ്സാലന്മാർ, വിജയനഗര സാമ്രാജ്യം, മധുര നായക്കന്മാർ എന്നിവർ ക്ഷേത്രം നവീകരിച്ചതായും ചരിത്രരേഖകൾ പറയുന്നു. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പുരാതനമായും ചരിത്രപരമായുമുള്ള 2 ഐതിഹ്യങ്ങളും വർത്തമാന കാലഘട്ടത്തിലും നിലനിൽക്കുന്ന 5 അത്ഭുതങ്ങളും കാണാൻ സാധിക്കും. ഐതിഹ്യമനുസരിച്ച് പൗരാണിക കാലഘട്ടത്തിൽ സൃഷ്ടിയുടെ കർത്തവ്യം ഏറ്റെടുക്കുന്നതിനായി കാമധേനു സാക്ഷാൽ ശിവഭഗവാനെ തപസ്സനുഷ്ഠിക്കുന്നു. ഉറുമ്പുകളുടെ പുറ്റിനകത്ത് ശിവലിംഗം ഒളിപ്പിച്ചുകൊണ്ട് എന്നും ആ ലിംഗത്തിൽ സ്വമേധയാ പാലഭിഷേകവും പൂജകളും ചെയ്തുകൊണ്ടാണ് കാമധേനു ശിവനെ തപസ്സു ചെയ്തിരുന്നത്. ഒരിക്കൽ കാമധേനുവിന്റെ പുത്രിയായ പട്ടി എന്നു പേരുള്ള പശുക്കിടാവ് കളിക്കുന്നതിനിടയിൽ ഈ ശിവലിംഗത്തിൽ ചവിട്ടുകയും ആ ലിംഗത്തിന്റെ മുകളിൽ പശുക്കുട്ടിയുടെ കാലിന്റെ അടയാളം വരികയും ചെയ്തു. അതിൽ പരിഭ്രാന്തി പൂണ്ട കാമധേനു ശിവഭഗവാനോട് ക്ഷമാപണം നടത്തി പ്രാർത്ഥിക്കുന്ന വേളയിൽ സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും പട്ടി തന്റെയും കൂടെ പുത്രിയായി അംഗീകരിക്കുന്നുവെന്നും ഈ പശുക്കിടാവ് ചവിട്ടിയ കുളമ്പടികളുടെ അടയാളത്തോടുകൂടി ഈ സ്ഥലത്ത് ഞാൻ പട്ടീശ്വരനാഥൻ എന്ന പേരിൽ അനാദികാലം ഇവിടെ ഉണ്ടാവുമെന്നും ഇവിടെ എത്തുന്ന എല്ലാ ജീവജാലങ്ങൾക്കും മോക്ഷം പ്രദാനം ചെയ്യുന്ന സ്ഥലമായി ഇവിടം മാറുമെന്നും ആശീർവദിച്ചു. ഈ പ്രദേശം മോക്ഷപ്രാപ്തിയുടെ ഇടം ആയതിനാൽ സൃഷ്ടികർമ്മത്തിന്റെ രഹസ്യം മറ്റൊരു സ്ഥലമായ തിരുകാവൂരിൽ വെച്ച് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷമാവുന്നു. പുരാണത്തിലെ പട്ടീശ്വരം എന്ന സ്ഥലമാണ് ഇന്നത്തെ പേരൂർ ക്ഷേത്രമായി മാറിയത് എന്നാണ് പറയുന്നത്. എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ക്ഷേത്രോത്പത്തിയെക്കുറിച്ച് മറ്റൊരു കഥയാണ് പറയുന്നത്. പശുക്കളെ പരിപാലിക്കുന്ന ഒരു ഗോപാലകൻ തന്റെ പശുക്കളുടെ കൂട്ടത്തിൽ ഒരു പശു തീരെ പാൽ ചുരുത്തുന്നില്ല എന്ന് മനസ്സിലാക്കുകയും അതിന്റെ കാരണം അറിയുന്നതിനായി ആ പശുവിനെ പിന്തുടരുവാനും തീരുമാനിച്ചു. പിന്തുടർന്നപ്പോൾ മേച്ചിൽപ്പുറത്തെ ഒരു ഉറുമ്പിന്റെ പുറ്റിൽ എന്നും ഈ പശു പാൽ ചുരുത്തുന്നതായി ശ്രദ്ധിച്ചു. ആ പുറ്റ് ഉടച്ചപ്പോൾ ആ മനുഷ്യൻ കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. പശുവിന്റെ കാൽക്കുളമ്പിന്റെ അടയാളമുള്ള ഒരു ശിവലിംഗം ആ പുറ്റിനകത്ത് കാണുകയും വിവരം ഉടൻ തന്നെ അന്നത്തെ രാജാവിനെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതനുസരിച്ച് രാജാവ് സൈനികരുമായി വന്ന് ശിവലിംഗം നിലനിന്നിരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നുമാണ് കഥ. അഞ്ച് അത്ഭുതങ്ങൾ ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പറയുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പിറക്കാപ്പുളി. ക്ഷേത്ര പരിസരത്ത് ഒരു പുളിമരം ഉണ്ട്. ഈ പുളിമരത്തിലെ പുളിങ്കുരു എവിടെ കുഴിച്ചിട്ടാലും മുളയ്ക്കില്ല. ഈ പുളിമരത്തിന് പുനർജന്മം ഇല്ല എന്നാണ് ഇതിനർത്ഥം. ഒരു വൃക്ഷത്തിന് പോലും ആത്യന്തികമായ മുക്തിമാർഗം നൽകിയ പുണ്യപ്രദേശമാണ് ഇവിടം. ക്ഷേത്ര പരിസരത്ത് തന്നെയുള്ള ഒരു പനമരത്തെ മുൻനിർത്തിയാണ് അടുത്ത അത്ഭുതം. ഇരവാ പന എന്നാണ് ഈ പനമരത്തിന്റെ പേര്. ഈ പനമരത്തിന്റെ ആയുസ് ഗണിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ മരം കാലങ്ങളായി വളർച്ച പ്രാപിക്കുന്നതായും കണക്കാക്കുന്നു. മരണമില്ലാത്ത പന എന്ന അർത്ഥത്തിലാണ് ഇതിന് ഇരവാ പന എന്ന പേര് വന്നത്. അത്ഭുതകരമായ ജനനത്തിന്റെയും ആത്യന്തികമായ മുക്തിയുടെയും 2 പ്രതീകങ്ങളാണ് ക്ഷേത്ര പരിസരത്തുള്ള ഈ 2 മരങ്ങൾ.
ഇവിടെ മരിച്ചുപോകുന്ന എല്ലാ ജീവികളെയും സംസ്കരിക്കുന്നത് വലതു ചെവി മേൽപോട്ട് വെച്ചുകൊണ്ടാണത്രേ. സാക്ഷാൽ ശിവഭഗവാൻ സംസ്കരിക്കുന്നതിന് മുൻപായി ഇവരുടെ കാതുകളിൽ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി അവർക്ക് അനന്തമായ മുക്തി പ്രദാനം ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം. അതിനാൽ ഈ ആചാരം ഇന്നും ഇവിടെ തുടരുന്നു. മറ്റൊരു അത്ഭുതമാണ് ഈ പുണ്യപ്രദേശമായ ശിവഭൂമിയിൽ പശുക്കൾ വിസർജിക്കുന്ന ചാണകത്തിൽ പുഴുക്കൾ ഉണ്ടാവാറില്ല എന്നത്. അതിനർത്ഥമാക്കുന്നത് ഇവിടെ ഉണ്ടാവുന്ന ഒരു വസ്തുവിനും പുഴുത്ത് നാശം സംഭവിക്കുന്നില്ല എന്നാണ്. ഇവിടെ ജീവിക്കുന്ന സകല ചരാചരങ്ങൾക്കും ഭഗവാൻ ശിവന്റെ അനുഗ്രഹം ഉണ്ടാവുകയും അതിനാൽ ഈ പ്രദേശം തെൻ കൈലാസം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു. അവസാനത്തെ അത്ഭുതം മരിച്ച ഒരാളുടെ അസ്ഥി ഈ പേരൂരിലെ നൊയ്യൽ ആറ്റിൽ നിമഞ്ജനം ചെയ്യുന്നതാണ്. അവിടെ നിമഞ്ജനം ചെയ്യുന്ന അസ്ഥികൾ കാലക്രമേണ വെള്ളാരം കല്ലുകളായി രൂപാന്തരം പ്രാപിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതിനാൽ ഇന്നും ധാരാളം ആളുകൾ തങ്ങളുടെ ഉറ്റവരുടെ അസ്ഥി നിമഞ്ജനം ചെയ്യാനായി ക്ഷേത്രത്തിനടുത്തുള്ള നൊയ്യൽ ആറ്റിൽ എത്തുന്നത് പതിവാണ്. കാലപ്പഴക്കമുണ്ടെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന ഗോപുരങ്ങൾ, ചോള രാജവംശത്തിലെ കൊത്തുപണികളുടെ കേമത്വം, പുരാതന ചിത്രകാരന്മാരുടെ അതിമനോഹരമായ പെയിന്റിംഗ്സ്, ശില്പകലയുടെ മനോഹാരിത, കൂടാതെ പുരാതന കാലം തൊട്ടുള്ള ഐതിഹ്യങ്ങളുടെ പെരുമ, വർത്തമാന കാലഘട്ടത്തിലും ഭക്തരെ അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങൾ, ഇവയെല്ലാം കൊണ്ട് സമ്പന്നമായ ഭക്തിയുടെ അതിലുപരി നിത്യമായ മുക്തിയുടെ അനുഭവം പ്രദാനം ചെയ്യുന്ന പുണ്യസ്ഥലമാണ് കോയമ്പത്തൂർ ടൗണിൽ നിന്നും 8 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പേരൂർ പട്ടീശ്വര മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ, സമയക്രമങ്ങൾ, പൂജാവിധികൾ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്കിഷ്ടമുള്ള ശിവമന്ത്രം കമന്റ് ചെയ്യുക. വീണ്ടും പ്രയാണത്തിന്റെ മറ്റൊരു യാത്രാവിശേഷവുമായി കണ്ടുമുട്ടാം.